തറാവീഹ് നിസ്കാരത്തിൽ വിത്ർ നിസ്കരിച്ചാൽ പിന്നെ തഹജ്ജുദ് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് ഈ തറാവീഹ്, വിത്ർ, തഹജ്ജുദൊക്കെ വരുന്നത്. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിനും രാത്രി നിസ്കാരം എന്ന് പറയാം. ഏത് സുന്നത്ത് നിസ്കാരത്തിനും രാത്രി നിസ്കാരം എന്ന് പറയാം. എന്നാൽ വിത്റും അതുപോലെ തന്നെ തഹജ്ജുദ്, അതുപോലെ തറാവീഹ് പോലെയുള്ള നിസ്കാരങ്ങൾ അത് തുടങ്ങുന്നത് ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമാണ് തുടങ്ങുക. അപ്പോൾ ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഉള്ളത് എങ്കിലും രാത്രിയിലാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഖിയാമുൽ ലൈലിലാണ് വരിക. പിന്നെ തറാവീഹി എന്ന് ഇതിന് പേര് കിട്ടാനുള്ള കാരണം 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 2 റക്അത്തിൽ സലാം വീട്ടുന്നു, ഉടനെ തന്നെ എണീറ്റ് അടുത്ത 2 റക്അത്ത് നിസ്കരിച്ച് 4 റക്അത്തായി കഴിഞ്ഞാൽ ഒരല്പസമയം വിശ്രമിച്ച് അത് കഴിഞ്ഞ് വീണ്ടും 2 റക്അത്ത് എണീറ്റ് നിസ്കരിക്കുന്നു, ഉടനെ തന്നെ സലാം വീട്ടി ഉടനെ തന്നെ വീണ്ടും നിസ്കരിക്കുന്നു. അങ്ങനെ 4 നിസ്കരിച്ച് ഇടയ്ക്ക് ഒരു തർവീഹത്ത് അഥവാ ഒരു ആശ്വാസം, ഒരു റാഹത്ത് എടുക്കുന്നത് കൊണ്ടാണ് അതിന് തറാവീഹ് എന്ന് പേര് ലഭിച്ചിട്ടുള്ളത്. ഇതേ നിസ്കാരം തന്നെ ഈ 2 റക്അത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാതെ, ഇരുത്തത്തിൻ്റെ ഗ്യാപ്പിൽ വ്യത്യാസമൊന്നുമില്ലാതെ 2 റക്അത്ത് നിസ്കരിച്ചു, അവിടെ കുറച്ചേരം ഇരുന്നു, വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ചു, കുറച്ചേരം ഇരുന്നു, അങ്ങനെ ഒരു 11 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതേ നിസ്കാരം തന്നെ വിത്റായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. ഇതേ നിസ്കാരം തന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഈ നിസ്കാരത്തെ തഹജ്ജുദായിക്കൊണ്ടും പരിഗണിക്കപ്പെടും. അപ്പോൾ ഒരാൾ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം, അതായത് 11 റക്അത്ത് അദ്ദേഹം മുഴുവനായി നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ തഹജ്ജുദിൻ്റെ ആവശ്യമില്ല, അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ വിത്റായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ വേറെ ഒരു തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ റമദാൻ കാലയളവിലൊക്കെ ചില ആളുകൾ ചെയ്യുന്നൊരു പണി 8 റക്അത്ത് പള്ളിയിൽ നിസ്കരിക്കും ജമാഅത്തായിട്ട്. എന്നിട്ട് ഞാൻ സാധാരണ 3 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ബാക്കി 3 റക്അത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, തഹജ്ജുദ് സമയത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന രീതി അത് പ്രമാണത്തിനെതിരാണ്. അങ്ങനെ രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഇമാമിൻ്റെ കൂടെ ജമാഅത്തിൽ തുടങ്ങി ഇമാം അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തുടർന്നാൽ അവന് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച അവനെ പോലെയാണ്, അതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു തഹജ്ജുദിൻ്റെ കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് വെച്ചുകൊണ്ട് നിർത്തിപ്പോകുമ്പോൾ അവന് നഷ്ടമാകുന്നത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി എന്ത് ചെയ്യാം? അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ആ സമയത്ത് എണീറ്റ് നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടൊരു ചെറിയ പ്രയാസമൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ 11 റക്അത്ത് നിസ്കരിച്ച് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി വേറെ നിസ്കാരം പാടില്ല എന്നൊന്നുമില്ല. എന്നാൽ രാത്രി എണീക്കുന്ന സമയത്ത് അദ്ദേഹം ഒളൂ ചെയ്ത് കഴിഞ്ഞാൽ, ഒളൂവിൻ്റെ സുന്നത്തുണ്ട് 2 റക്അത്ത്, അത് നിസ്കരിക്കാൻ അതിന് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് നിസ്കരിക്കണമെങ്കിൽ പ്രശ്നമല്ല. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തറാവീഹിൻ്റെ എണ്ണം അതൊരു എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമാണോ അല്ലേ എന്നുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ എണ്ണം നിർണ്ണയിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നു, 11ാമത്തെ റക്അത്തിൽ ഇമാം സലാം വീട്ടുന്ന ആളാണെങ്കിൽ മാമൂമൻ 1 റക്അത്തും കൂടി നിസ്കരിച്ച് 12 ആക്കുക. അപ്പോൾ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച കൂലി ഏതായാലും കിട്ടും. അത് കഴിഞ്ഞ് എപ്പോഴാണ് രാത്രി അദ്ദേഹം നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് ഒറ്റയാക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന രീതി കൂടി തുടരാവുന്നതാണ്.